അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസാഇസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗം 34 ഹദീസ് നമ്പർ 74. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തസ്മഊന വയുസ്മഉ മിൻകും വയുസ്മഉ മിമ്മൻ യസ്മഉ മിൻകും. തസ്മഊന, നിങ്ങൾ എന്നിൽ നിന്നൊരു ഹദീസ് കേൾക്കുന്നു. വയുസ്മഉ മിൻകും, നിങ്ങൾ അടുത്ത ആൾക്ക് വേറെ ഒരാൾക്കത് പറഞ്ഞു കൊടുക്കുന്നു, അവർ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നു. വയുസ്മഉ മിമ്മൻ യസ്മഉ മിൻകും, മൂന്നാമത്തെ ഒരാൾക്ക് ആ രണ്ടാമത്തെ ആൾ പറഞ്ഞു കൊടുക്കുന്നു, കേൾപ്പിക്കുന്നു. മൂന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളിൽ നിന്ന് കേൾക്കുന്നു. നമ്മളിന്ന് പഠിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് സ്ഥിരപ്പെടുന്നത് എങ്ങനെയാണ്? ഇസ്നാദ് കൊണ്ടാണ്. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതെങ്ങനെ പറഞ്ഞു, നിങ്ങൾ കേട്ടതാണോ, എന്നിട്ട് ആ പറഞ്ഞു എന്ന് പറഞ്ഞ ആൾ നീതിമാനാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഒരു ഹദീസ് സ്വഹീഹാണോ അല്ലയോ എന്ന് സ്ഥിരപ്പെടുക. ഇതിനാണ് ഇസ്നാദ് എന്ന് പറയുക. വഅലം അന്നൽ ഇസ്നാദ ഹുവൽ അസ്ലു, ഈ മതത്തിൽ ദീനിൽ ഇസ്നാദ് എന്നുള്ളത് അസ്ലാണ്. ഇബ്നു കസീർ പറയുന്നു, അൽ ഇസ്നാദു മിൻ ഖസാഇസി ഹാദിഹിൽ ഉമ്മ, ഇസ്നാദ് എന്നുള്ളത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം മറ്റൊരു പ്രവാചകനും അവരുടെ ഉമ്മത്ത് ഇതുപോലെ ഇസ്നാദ് കൊണ്ട് അവരുടെ പ്രവാചകരിലേക്ക് അവരുടെ പ്രവാചകരുടെ വാക്കുകൾ എത്തിക്കുന്നതായി, അതല്ലെങ്കിൽ നിസ്ബ ചെയ്യുന്നതായി സ്ഥിരപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറയുന്നു, വലൗലൽ ഇസ്നാദു ലഖാല മൻ ശഅ മാ ശഅ, ഇസ്നാദ് എന്നുള്ള ഒരു സിസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ തോന്നുന്നവരൊക്കെ തോന്നുന്നത് പറയുമായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മഹത്തായ ദീന് ഇസ്ലാം സ്ഥിരപ്പെടുന്നത് ഇസ്നാദ് കൊണ്ടാണ്. ആ ഇസ്നാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, അവിടുത്തെ വാക്കും പൊരുളും ഒക്കെ കൃത്യമായി ഒരാൾ പറയുമ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്ന് സ്ഥിരപ്പെടുത്താൻ ഇസ്നാദ് കൊണ്ടാണ് സ്ഥിരപ്പെടുത്തുക. അത് മറ്റൊരു വ്യക്തിക്കും അങ്ങനെ അവകാശപ്പെടാനില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബയോഗ്രഫി എഴുതുകയാണെങ്കിൽ ആ എഴുതിയ ആൾ എന്തൊക്കെ പഠിക്കുന്നുവോ അയാൾ കേട്ടറിവും ആരെങ്കിലും പറഞ്ഞത് കേട്ടതൊക്കെ പിന്നെ ഒരുമിച്ച് കൂട്ടിയാണ് ഒരു ബയോഗ്രഫി ഉണ്ടാക്കുക. പിൽക്കാലത്ത് ആ ബയോഗ്രഫി നോക്കിയിട്ട് വേറെ ഒന്നുണ്ടാക്കുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ എഴുതപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ, തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടത് മാത്രം എഴുതപ്പെടുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. വേറെ ഒരാൾക്കും അങ്ങനെയുള്ള പ്രത്യേകത അല്ലാഹു തആല നൽകിയിട്ടില്ല.